കഴിഞ്ഞ വർഷം നമ്മുടെ ചേലമ്പ്രയിൽ രാത്രി 12 മണിക്ക് ഒരു പയ്യനെ പിടിച്ച സമയത്ത്, അവനെ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത്, അവിടെ ചേലമ്പ്രയിലെ വീട്ടിലെ ഒരു പെൺകുട്ടി, വെറും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓർഡർ ചെയ്ത പ്രകാരം ഒരു പയ്യൻ തൻ്റെ ലഹരിയുമായിട്ട് സ്ഥലത്തേക്ക് വരികയാണ്. അതിന് ഇവരുടെ കോഡ് 2 പബ്സ് എന്നാണ്. 2 പബ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി, അത് വീട്ടുകാർ കേൾക്കുന്നത് പബ്സ് എന്നാണ്, പക്ഷെ കൊണ്ടുവന്ന സാധനം MDMA ആയിരുന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ്റെ കയ്യിൽ ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലൊക്കെ സാധനം കണ്ടത്. അപ്പം ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സജീവമായിട്ട് ഇതുമായി ചെറുത്ത് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബങ്ങൾ വരെ അത് നശിച്ചു പോകുന്ന തലത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഷമീർ സക്കാഫി, അതുപോലെ തന്നെ മുഹമ്മദ് സയ്യിദ് അൽ ഇഖമി, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MLA, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക അവസ്ഥയിൽ ഏറ്റവും മികച്ച സാന്ദർഭികമായ അവസരമായി ഞാൻ കാണുകയാണ്. ഇന്ന് ലോകം, അല്ലെങ്കിൽ കേരളം ഏറ്റവും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലഹരി മാഫിയ അതിൻ്റെ അങ്ങേയറ്റം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലാകമാനം വരിഞ്ഞു മുറുക്കിയ സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മുമ്പ് ഏതെങ്കിലും ഒരു പാടത്ത്, ഒഴിഞ്ഞ മൂലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ, ഏതെങ്കിലും ഒരു കൽവെട്ടിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഓടയുടെ താഴത്ത്, ആ പ്രദേശത്തെ 1-2 ആളുകൾ മാത്രം, ആ സമൂഹത്തിലെ ഏറ്റവും കുടുംബമായിട്ടോ ബന്ധമായിട്ടോ ബന്ധുക്കളുമായിട്ടോ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 1-2-3 ആളുകളായിരുന്നു ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നത്. അവരൊട്ടുമുക്കാലും ഒഴിഞ്ഞ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അത് പോലീസ് എപ്പോഴെങ്കിലും പോയി പിടിക്കും, അവരെ കേസെടുക്കും, ഒരാഴ്ച ജയിലിൽ കടക്കും, പിരിച്ചിറങ്ങും. അങ്ങനെ എവിടെയെങ്കിലും എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലഹരിയുടെ ബോധം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അത് ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിലേക്ക് ആകമാനം വ്യാപിച്ചിരുന്നില്ല. അത് ഏറ്റവും മോശപ്പെട്ട കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ലഹരി ഒതുങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് ലഹരിയുടെ ഭീകരത നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി, നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തിയപ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ ഉണർന്നത്. ഈ 2-3 വർഷക്കാലമായിട്ട് പല വീടുകളിലും സ്വന്തം പിതാവിനെയും മാതാവിനെയും യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആയുധം ഉപയോഗിച്ച് അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയും മൃഗീയമായി സ്വന്തം സഹോദരന്മാരെയും സഹോദരിമാരെയും കൊല ചെയ്യുന്ന, ആക്രമിക്കുന്ന, മൃഗീയമായി വേദനിപ്പിക്കുന്ന സ്വന്തം മക്കള് കൺമുമ്പിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ലഹരിയുടെ ഭീകരത നമ്മൾ തിരിച്ചറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളും കൊടുത്തിട്ടുള്ളതാണ് പോലീസ് പല തവണ. പക്ഷെ അന്നൊക്കെ നമുക്ക് വീടിൻ്റെ പുറത്തായതുകൊണ്ട് നമ്മൾ ആരും അതിനെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്താതെ നടന്നത് മൂലം അത് സമൂഹത്തിനെ കാർന്ന് തിന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ നമ്മളൊക്കെ ഭയന്നു. ഓരോ പിതാവും സത്യത്തിൽ ഇന്ന് കടന്നുറങ്ങുന്നത് ഭീതിയോടെയാണ്. കാരണം ഈ സാധനം, ഈ രാസലഹരി എന്ന് പറയുന്ന സാധനം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ ലോകത്താണ്, വേറൊരു വ്യക്തിയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം പിതാവാണോ മാതാവാണോ എന്ന ബോധം പോലും ഇല്ലാതെ ഏതോ ഒരു ജീവിയായി കണ്ടിട്ട് തൻ്റെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു തലത്തിലേക്കാണ് തലച്ചോറ് മാറുകയാണ്. സത്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക മാഫിയ വിഭാഗം, അത് പ്രത്യേക സ്ഥലത്ത് നിന്ന് എത്തിച്ച് അത് കൂട്ടമായിട്ട് പലരും എത്തിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ ഈ പ്രദേശത്തെ എല്ലായിടത്തും, ഈ ചേലാമ്പ്ര ഭാഗത്ത് പല സ്ഥലത്തും നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷം അത്ഭുതമാണ്, നമ്മുടെ പെൺകുട്ടികൾ വരെ ഇതിനകത്ത് ഏറ്റവും വലിയ ശൃംഖലയുടെ ഭാഗമായി എന്നാണ് ഞങ്ങളുടെ അറിവ്, ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ ലഹരി ഇന്ന് പെൺകുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭീകരതയാണ്. ആൺകുട്ടികൾ
ഉപയോഗിക്കുന്നത് അവർ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും പെൺകുട്ടികൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഭീകരമാണ് ചിത്രം. കഴിഞ്ഞ വർഷം നമ്മുടെ ചേലമ്പ്രയിൽ രാത്രി 12 മണിക്ക് ഒരു പയ്യനെ പിടിച്ച സമയത്ത് അവനെ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത്, അവിടെ ചേലമ്പ്രയിലെ വീട്ടിലെ ഒരു പെൺകുട്ടി, വെറും 17 വയസ്സ് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓർഡർ ചെയ്ത പ്രകാരം ഒരു പയ്യൻ തൻ്റെ ലഹരിയുമായിട്ട് സ്ഥലത്തേക്ക് വരികയാണ്. അതിന് ഇവരുടെ കോഡ് 2 പബ്സ് എന്നാണ്. 2 പബ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി, അത് വീട്ടുകാർ കേൾക്കുന്നത് പബ്സ് എന്നാണ്, പക്ഷെ കൊണ്ടുവന്ന സാധനം MDMA ആയിരുന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ്റെ കയ്യിൽ ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലൊക്കെ സാധനം കണ്ടത്. അപ്പൊ ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സജീവമായിട്ട് ഇതുമായി ചേർത്ത് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബങ്ങൾ വരെ നശിച്ചു പോകുന്ന തലത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഭീകരമാണ്. ഈ കഴിഞ്ഞ 3-ാം തീയതി മുതൽ നമ്മളെ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മുടെ സ്റ്റേഷനിൽ 13ഓളം കേസ് രജിസ്റ്റർ ചെയ്തു. നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. മിനിഞ്ഞാന്ന് ഞങ്ങൾ മോസ്കോ പാറ, നമ്മളെ തൊട്ടടുത്തുള്ള ഇപ്പത്തെ മോസ്കോ പാറ എന്ന ലോഡ്ജിൽ വെറുതെ റെയ്ഡ് ചെയ്ത സമയത്ത് 5 പേര്, അതിൽ 2 പേരാണ്, മറ്റേ 3 പേരുടെ കയ്യിൽ കഞ്ചാവ് എന്ന മയക്കുമരുന്നാണുള്ളത്. മറ്റ് 2 പേരുടെ കയ്യിലുണ്ടായിരുന്നത് MDMA ആയിരുന്നു. അവിടെ റൂമ് പരിശോധിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നെഞ്ചക്ക എന്ന് പറയുന്ന ആയുധം, കത്തി, കത്രിക, അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരകായുധങ്ങൾ റൂമിലുണ്ടായിരുന്നത്. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ പല രൂപത്തിലും വരും. തൻ്റെ ശത്രുവിനെ പോയി കാണുവാനും അവനെ ആക്രമിക്കുവാനും അവനെ തകർക്കുവാനൊക്കെ ഉള്ള ബോധമുണ്ടാകുമ്പോൾ കയ്യിൽ ആയുധം കൊണ്ട് നടക്കാൻ വേണ്ടി സകല സാമഗ്രികളുമായിട്ട് താമസിക്കുകയാണ് ലോഡ്ജുകളുടെ ആളുകൾ. 13ഓളം കേസാണ് ഈ മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് MDMAയുടെ പേരിൽ. അപ്പൊ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്രാം വരെയാണ് സ്മോൾ ക്വാണ്ടിറ്റി. 2 ഗ്രാമിന് മുകളിലൊക്കെ ഉള്ളതൊക്കെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് കേസെടുക്കുവാനും അറസ്റ്റ് ചെയ്യാനും മാർഗമുണ്ട്. അതേസമയം കഞ്ചാവ് എന്ന് പറയുന്ന സാധനം, കഞ്ചാവ് 50% ഉപയോഗിക്കുന്നത് ഔഷധങ്ങളായിട്ടും മറ്റുള്ള ഇതിനൊക്കെയാണ്. ഇതിൻ്റെ ലഹരിക്ക് ഉപയോഗിക്കുന്ന സാധനം കഞ്ചാവ് എന്ന് പറയുന്നത് 1 കിലോൻ്റെ 999 ഗ്രാം, 1 കിലോന് താഴെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കേസ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം, ഒരു 750 ഗ്രാം വരെ പിടിച്ചാലും നമുക്ക് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണ് നിലവിലുള്ളത്. അപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം 1 കിലോന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പിടിച്ച സമയത്ത് 500 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത് കാരണം ഇതാണ്. കാരണം 1 കിലോയിലധികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ജയിലിൽ കടത്താനുള്ള നിയമം അനുശാസിക്കുന്നത്. ഈ നിയമങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ തന്നെ 750 ഗ്രാമോ 800 ഗ്രാമോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റിയിലേ വരുന്നുള്ളൂ. അത്തരം കേസിൽ നമുക്ക് ചെറിയ കേസ് എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണം അനിവാര്യമായ സമയമാണ്. നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സർക്കാർ എന്ത് തന്നെയായാലും ലഹരിക്കെതിരെ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തൂഫാൻ എന്ന പേരിൽ നിരവധി ആയിരത്തിലധികം ഈ ലഹരി കൊണ്ടുവരുന്ന ആളുകൾ വരെ, അതിൻ്റെ റൂട്ട് ലെവലിലുള്ള ആളുകളെ വരെ പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ ജനങ്ങൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും അത് സ്റ്റേഷനിലായിട്ടോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ സർക്കാരിന് സൈറ്റുകളുണ്ട്, പോളാപ്പിന് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പോളാപ്പിൽ നിങ്ങൾ പറയും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. പോളാപ്പിനകത്ത് ഒരു ഇൻഫർമേറ്റർ എന്ന് പറയുന്ന കോളമുണ്ട്. അതിനകത്ത് നിങ്ങൾ ഒരു വിവരം നൽകുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പേര് ഒരിക്കലും തന്നെ പബ്ലിഷ് ആക്കപ്പെടുകയില്ല. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാറ്റർ മാത്രമേ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുന്നുള്ളൂ. നിങ്ങളുടെ പേരോ വിലാസമോ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ തത്സമയം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ പോളാപ്പ് എന്ന സൈറ്റിലോ നിങ്ങൾ ഇക്കാര്യം അറിയിക്കുക. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ സാറിപ്പോൾ ഇവിടെ വരേണ്ടിയിരുന്ന CSR SSR ഒക്കെ തന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. സ്പെഷ്യൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. ഏതായാലും ഇത്രയും ഒരു പരിപാടിക്ക് വന്ന സന്തോഷമുണ്ട്. എല്ലാവരും തന്നെ ഈ ലഹരിക്കെതിരെയുള്ള
ഈ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഈ ശ്രമങ്ങളിൽ ഭാഗവാക്കാകുക, എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണം നൽകുക, തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും തത്സമയം അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. മക്കള് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത ഒരു സാധനം, ഒന്നുകിൽ ഒരു പെൺകുട്ടികൾക്കാണെങ്കിൽ ഹെയർ പിന്ന് വരെ നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്തതാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യണം. നിങ്ങൾ അറിയാത്ത ഒരു സംഭവം അവർക്കുണ്ടായത് നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ നിരീക്ഷിക്കണം. മക്കളൊക്കെ നിങ്ങൾ പറയുന്ന പോലെ നല്ല മക്കളെ ജീവിക്കുക എന്ന ചിന്താഗതി വേണ്ട. സ്റ്റേഷനിൽ നമുക്ക് വരുന്ന പല കേസുകളും വളരെ നല്ല നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളാണ്, നല്ല എല്ലാ സൗഭാഗ്യങ്ങളുള്ള മക്കളാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന അവരൊക്കെ തന്നെ പലരും അറിയാതെ ഇതിലേക്ക് ചെന്ന് ചതിയിൽപ്പെട്ട് ഈ ലഹരിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വളർത്തുന്നതിന് വേണ്ടി എല്ലാവരും ഇതിന്റെ ഭാഗമായി നിലകൊള്ളുക. ലഹരിക്കെതിരെ എല്ലാവരും ശക്തമായ രീതിയിൽ പ്രതിജ്ഞ എടുക്കുക. മക്കളെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹകരിക്കുക. മക്കളെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം കണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവയർനെസ് വേണമെങ്കിലും കൗൺസിലിംഗ് വേണമെങ്കിലും നിൽക്കുന്ന ആളുകൾ പോലീസിലുണ്ട്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മുടെ ചേലമ്പ്രയിൽ രാത്രി 12 മണിക്ക് ഒരു പയ്യനെ പിടിച്ച സമയത്ത്, അവനെ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത്, അവിടെ ചേലമ്പ്രയിലെ വീട്ടിലെ ഒരു പെൺകുട്ടി, വെറും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓർഡർ ചെയ്ത പ്രകാരം ഒരു പയ്യൻ തൻ്റെ ലഹരിയുമായിട്ട് സ്ഥലത്തേക്ക് വരികയാണ്. അതിന് ഇവരുടെ കോഡ് 2 പബ്സ് എന്നാണ്. 2 പബ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി, അത് വീട്ടുകാർ കേൾക്കുന്നത് പബ്സ് എന്നാണ്, പക്ഷെ കൊണ്ടുവന്ന സാധനം MDMA ആയിരുന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ്റെ കയ്യിൽ ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലൊക്കെ സാധനം കണ്ടത്. അപ്പൊ ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സജീവമായിട്ട് ഇതുമായി ചെറുത്ത് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബങ്ങൾ വരെ അത് നശിച്ചു പോകുന്ന തലത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഷമീർ സക്കാഫി, അതുപോലെ തന്നെ മുഹമ്മദ് സയ്യിദ് അൽ ഇഖമി, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MLA, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക അവസ്ഥയിൽ ഏറ്റവും മികച്ച സാന്ദർഭികമായ അവസരമായി ഞാൻ കാണുകയാണ്. ഇന്ന് ലോകം അല്ലെങ്കിൽ കേരളം ഏറ്റവും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലഹരി മാഫിയ അതിൻ്റെ അങ്ങേയറ്റം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലാകമാനം വരിഞ്ഞു മുറുക്കിയ സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മുമ്പ് ഏതെങ്കിലും ഒരു പാടത്ത്, ഒഴിഞ്ഞ മൂലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ, ഏതെങ്കിലും ഒരു കൽവെട്ടിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഓടയുടെ താഴത്ത്, ആ പ്രദേശത്തെ 1-2 ആളുകൾ മാത്രം, ആ സമൂഹത്തിലെ ഏറ്റവും കുടുംബമായിട്ടോ ബന്ധമായിട്ടോ ബന്ധുക്കളുമായിട്ടോ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 1-2-3 ആളുകളായിരുന്നു ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നത്. അവരൊട്ടുമുക്കാലും ഒഴിഞ്ഞ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അത് പോലീസ് എപ്പോഴെങ്കിലും പോയി പിടിക്കും, അവർക്ക് കേസെടുക്കും, ഒരാഴ്ച ജയിലിൽ കടക്കും, പിരിച്ചിറങ്ങും. അങ്ങനെ എവിടെയെങ്കിലും എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലഹരിയുടെ ബോധം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അത് ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിലേക്ക് ആകമാനം വ്യാപിച്ചിരുന്നില്ല. അത് ഏറ്റവും മോശപ്പെട്ട കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ലഹരി ഒതുങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് ലഹരിയുടെ ഭീകരത നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തിയപ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ ഉണർന്നത്. ഈ 2-3 വർഷക്കാലമായിട്ട് പല വീടുകളിലും സ്വന്തം പിതാവിനെയും മാതാവിനെയും യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആയുധം ഉപയോഗിച്ച് അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയും മൃഗീയമായി സ്വന്തം സഹോദരന്മാരെയും സഹോദരിമാരെയും കൊല ചെയ്യുന്ന, ആക്രമിക്കുന്ന, മൃഗീയമായി വേദനിപ്പിക്കുന്ന സ്വന്തം മക്കള് കൺമുമ്പിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ലഹരിയുടെ ഭീകരത നമ്മൾ തിരിച്ചറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളും കൊടുത്തിട്ടുള്ളതാണ് പോലീസ് പല തവണ.
പക്ഷെ അന്നൊക്കെ നമുക്ക് വീടിൻ്റെ പുറത്തായതുകൊണ്ട് നമ്മളാരും അതിനെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്താതെ നടന്നത് മൂലം അത് സമൂഹത്തിനെ കാർന്ന് തിന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ നമ്മളൊക്കെ ഭയന്നു. ഓരോ പിതാവും സത്യത്തിൽ ഇന്ന് കടന്നുറങ്ങുന്നത് ഭീതിയോടെയാണ്. കാരണം ഈ സാധനം, ഈ രാസലഹരി എന്ന് പറയുന്ന സാധനം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ ലോകത്താണ്, വേറൊരു വ്യക്തിയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം പിതാവാണോ മാതാവാണോ എന്ന ബോധം പോലും ഇല്ലാതെ ഏതോ ഒരു ജീവിയായി കണ്ടിട്ട് തൻ്റെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു തലത്തിലേക്കാണ് തലച്ചോറ് മാറുകയാണ്. സത്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക മാഫിയ വിഭാഗം അത് പ്രത്യേക സ്ഥലത്ത് നിന്ന് എത്തിച്ച് അത് കൂട്ടം കൂട്ടമായിട്ട് പലരും എത്തിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ ഈ പ്രദേശത്തെ എല്ലായിടത്തും ഈ ചേലാമ്പ്ര ഭാഗത്ത് പല സ്ഥലത്തും നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷം അത്ഭുതമാണ്, നമ്മുടെ പെൺകുട്ടികൾ വരെ ഇതിനകത്ത് ഏറ്റവും വലിയ ശൃംഖലയുടെ ഭാഗമായി എന്നാണ് ഞങ്ങളുടെ അറിവ്, ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ ലഹരി ഇന്ന് പെൺകുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭീകരതയാണ്. ആൺകുട്ടികൾ ഉപയോഗിക്കുന്നത് അവർ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും പെൺകുട്ടികൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഭീകരമാണ് ചിത്രം. കഴിഞ്ഞ വർഷം നമ്മുടെ ചേലമ്പ്രയിൽ രാത്രി 12 മണിക്ക് ഒരു പയ്യനെ പിടിച്ച സമയത്ത് അവനെ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത്, അവിടെ ചേലമ്പ്രയിലെ വീട്ടിലെ ഒരു പെൺകുട്ടി, വെറും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓർഡർ ചെയ്ത പ്രകാരം ഒരു പയ്യൻ തൻ്റെ ലഹരിയുമായിട്ട് സ്ഥലത്തേക്ക് വരികയാണ്. അതിന് ഇവരുടെ കോഡ് 2 പബ്സ് എന്നാണ്. 2 പബ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി, അത് വീട്ടുകാർ കേൾക്കുന്നത് പബ്സ് എന്നാണ്, പക്ഷെ കൊണ്ടുവന്ന സാധനം MDMA ആയിരുന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ്റെ കയ്യിൽ ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലൊക്കെ സാധനം കണ്ടത്. അപ്പൊ ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സജീവമായിട്ട് ഇതുമായി ചേർത്ത് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബങ്ങൾ വരെ നശിച്ചു പോകുന്ന തലത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഭീകരമാണ്. ഈ കഴിഞ്ഞ 3-ാം തീയതി മുതൽ നമ്മളെ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മൾ സ്റ്റേഷനിൽ 13ഓളം കേസ് രജിസ്റ്റർ ചെയ്തു. നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. മിനിഞ്ഞാന്ന് ഞങ്ങൾ മോസ്കോ പാറ, നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് മോസ്കോ പാറ എന്ന ലോഡ്ജിൽ വെറുതെ റെയ്ഡ് ചെയ്ത സമയത്ത് 5 പേര്, അതിൽ 2 പേരാണ്, മറ്റേ 3 പേരുടെ കയ്യിൽ കഞ്ചാവ് എന്ന മയക്കുമരുന്നാണുള്ളത്. മറ്റ് 2 പേരുടെ കയ്യിലുണ്ടായിരുന്നത് MDMA ആയിരുന്നു. അവിടെ റൂമ് പരിശോധിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നെഞ്ചക്ക എന്ന് പറയുന്ന ആയുധം, കത്തി, കത്രിക, അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരകായുധങ്ങൾ റൂമിലുണ്ടായിരുന്നത്. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ പല രൂപത്തിലും വരും. തൻ്റെ ശത്രുവിനെ പോയി കാണുവാനും അവനെ ആക്രമിക്കുവാനും അവനെ തകർക്കുവാനൊക്കെ ഉള്ള ബോധമുണ്ടാകുമ്പോൾ കയ്യിൽ ആയുധം കൊണ്ട് നടക്കാൻ വേണ്ടി സകല സാമഗ്രികളുമായിട്ട് താമസിക്കുകയാണ് ലോഡ്ജുകളുടെ ആളുകൾ. 13ഓളം കേസാണ് ഈ മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് MDMAയുടെ പേരിൽ. അപ്പൊ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്രാം വരെയാണ് സ്മോൾ ക്വാണ്ടിറ്റി. 2 ഗ്രാമിന് മുകളിലേക്കുള്ളതൊക്കെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് കേസെടുക്കുവാനും അറസ്റ്റ് ചെയ്യാനും മാർഗം വേണ്ടി. അതേസമയം കഞ്ചാവ് എന്ന് പറയുന്ന സാധനം, കഞ്ചാവ് 50% ഉപയോഗിക്കുന്നത് ഔഷധങ്ങളായിട്ടും മറ്റുള്ള ഇതിനൊക്കെയാണ്. ഇതിൻ്റെ ലഹരിക്ക് ഉപയോഗിക്കുന്ന സാധനം കഞ്ചാവ് എന്ന് പറയുന്നത് 1 കിലോൻ്റെ 999 ഗ്രാം, 1 കിലോന് താഴെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കേസ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം, ഒരു 750 ഗ്രാം വരെ പിടിച്ചാലും നമുക്ക് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണ് നിലവിലുള്ളത്. അപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം 1 കിലോന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പിടിച്ച സമയത്ത് 500 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത് കാരണം ഇതാണ്. കാരണം 1 കിലോയിലധികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ജയിലിൽ കടത്താനുള്ള നിയമം അനുശാസിക്കുന്നത്. ഈ നിയമങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ തന്നെ 750 ഗ്രാമോ 800 ഗ്രാമോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റിയിലേ വരുന്നുള്ളൂ. അത്തരം കേസിൽ നമുക്ക് ചെറിയ കേസ് എടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണം അനിവാര്യമായ സമയമാണ്. നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സർക്കാർ
എന്ത് തന്നെയായാലും ലഹരിക്കെതിരെ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തൂഫാൻ എന്ന പേരിൽ നിരവധി ആയിരത്തിലധികളെ ഈ ലഹരി കൊണ്ടുവരുന്ന ആളുകൾ വരെ, അതിൻ്റെ റൂട്ട് ലെവലിലുള്ള ആളുകളെ വരെ പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ ജനങ്ങൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും അത് സ്റ്റേഷനിലായിട്ടോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ സർക്കാരിന് സൈറ്റുകളുണ്ട്, പോളാപ്പിന് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പോളാപ്പിൽ നിങ്ങൾ പറയും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. പോളാപ്പിനകത്ത് ഒരു ഇൻഫർമേറ്റർ എന്ന് പറയുന്ന കോളമുണ്ട്. അതിനകത്ത് നിങ്ങൾ ഒരു വിവരം നൽകുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പേര് ഒരിക്കലും തന്നെ പബ്ലിഷ് ആക്കപ്പെടുകയില്ല. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാറ്റർ മാത്രമേ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുന്നുള്ളൂ. നിങ്ങളുടെ പേരോ വിലാസമോ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ തത്സമയം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ പോളാപ്പ് എന്ന സൈറ്റിലോ നിങ്ങൾ ഇക്കാര്യം അറിയിക്കുക. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ സാറിപ്പോൾ ഇവിടെ വരേണ്ടിയിരുന്ന CSR SSR ഒക്കെ തന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. ഏതായാലും ഇത്രയും ഒരു പരിപാടിക്ക് വന്ന സന്തോഷമുണ്ട്. എല്ലാവരും തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഈ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഈ ശ്രമങ്ങൾ ഭാഗവാക്കാകുക. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹായസഹകരണം നൽകുക. തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും തത്സമയം അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. മക്കള് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത ഒരു സാധനം, ഒന്നുകിൽ ഒരു പെൺകുട്ടികൾക്കാണെങ്കിൽ ഹെയർ പിന്ന് വരെ നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്തതാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യണം. നിങ്ങൾ അറിയാത്ത ഒരു സംഭവം അവർക്കുണ്ടായത് നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ നിരീക്ഷിക്കണം. മക്കളൊക്കെ നിങ്ങൾ പറയുന്ന പോലെ നല്ല മക്കളെ ജീവിക്കുക എന്ന ചിന്താഗതി വേണ്ട. സ്റ്റേഷനിൽ നമുക്ക് വരുന്ന പല കേസുകളും വളരെ നല്ല നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളാണ്, നല്ല എല്ലാ സൗഭാഗ്യങ്ങളുള്ള മക്കളാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന. അവരൊക്കെ തന്നെ പലരും അറിയാതെ ഇതിലേക്ക് ചെന്ന് ചതിയിൽപ്പെട്ട് ഈ ലഹരിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വളർത്തുന്നതിന് വേണ്ടി എല്ലാവരും ഇതിന്റെ ഭാഗമായി നിലകൊള്ളുക. ലഹരിക്കെതിരെ എല്ലാവരും ശക്തമായ രീതിയിൽ പ്രതിജ്ഞ എടുക്കുക. മക്കളെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹകരിക്കുക. മക്കളെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം കണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവയർനെസ് വേണമെങ്കിലും കൗൺസിലിംഗ് വേണമെങ്കിലും നിൽക്കുന്ന ആളുകൾ പോലീസിലുണ്ട്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.